പെണ്ണുകെട്ടാനുള്ള പ്രായമായി എന്ന് വീട്ടുകാർ പറയാൻ തുടങ്ങിയിട്ട് നാളേറെയായി. സമപ്രായക്കാരായ ബന്ധുക്കളുടെ എല്ലാം കല്യാണം കഴിഞ്ഞതോടെ തുടങ്ങിയതാണ് എൻ്റെ ഉമ്മച്ചിക്ക് എന്നെ ചൊല്ലിയുള്ള ആദി. അയലത്തെ വീട്ടിലെ കൂട്ടുകാരൻ്റെ കല്യാണ നിശ്ചയം കൂടെ കഴിഞ്ഞതോടെ നിർബന്ധിക്കലിൻ്റെ സ്വരമുയർന്നു തുടങ്ങി. ബ്രോക്കർമാരെ കൂടെ പോവാനുള്ള മടുപ്പ് മൂലം കൂട്ടുകാരോടും കുടുംബക്കാരോടും എല്ലാം പറഞ്ഞു. ഒന്നും ശരിയാകാതെ വന്നപ്പോൾ അവസാനം ബ്രോക്കർ അബ്ദുറഹ്മാൻകാരുടെ നമ്പർ സംഘടിപ്പിച്ച് 5-6 പോയപ്പോഴാണ് പെണ്ണു കാണൽ ഇത്രയും ചുറ്റിക്കുന്ന ഏർപ്പാടാണെന്ന് സത്യമായിട്ട് മനസ്സിലായത്. കല്യാണ വീടുകളിലും വിനോദ കേന്ദ്രങ്ങളിലും പോയാൽ മൊഞ്ചത്തിന്മാരുടെ ഒരു പട തന്നെ കാണാം. എന്നാൽ പിന്നെ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ കണ്ടുപിടിച്ചിട്ട് ആരോടെങ്കിലും ചോദിപ്പിച്ചാലോ മുൻകൂർ ബുക്കിങ്ങിന് ടോക്കൺ കൊടുത്തു വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിക്കാരെ തന്നെ വേണം എന്ന ഒടുക്കത്തെ ഡിമാൻഡും. കാലം പോയപ്പോൾ ഓക്കേ. എന്നാലും ഈ നാരികൾക്ക് ഇത്രയും ഡിമാൻഡൊക്കെ എങ്ങനെ വന്നു എന്നാ? ക്ഷാമം, കൊടിയ ക്ഷാമം. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാമെന്ന് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് കൂടെ പഠിച്ച കൂട്ടുകാരൻ്റെ ഒരു വാട്സപ്പ് വോയിസ് മെസ്സേജ് വരുന്നത്. എടാ, എൻ്റെ പെങ്ങളെ കുടുംബത്തിൽ ഒരു കുട്ടിയുണ്ട്, പോയി നോക്കിയാലോ? ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നി. പോവാമെന്ന് ഏറ്റു. 2 പേരുടെയും തിരക്കു കാരണം ഒരാഴ്ച കടന്നുപോയി. ഒരു വെള്ളിയാഴ്ച ദിവസം ജുമ കഴിഞ്ഞു വന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നേരം കൂട്ടുകാരൻ വിളിച്ചതും കാണാൻ വരാൻ പറഞ്ഞതും അവർക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. മറുപടിയായി ഉമ്മ, ഈ നട്ടുച്ച നേരത്താണോ പോകുന്നത്? എന്താ ഈ നേരത്തിന് പോയപ്പോൾ നടന്നൊന്നല്ലല്ലോ പോണത് എന്ന് തിരിച്ചു ഉമ്മാനോട് ഉപ്പയും. വെയിലൊന്ന് തണിഞ്ഞിട്ട് പോവാന്ന് കരുതി പറഞ്ഞതാണ് നിളേ എന്നും പറഞ്ഞ് തിന്നു തീർത്ത പാത്രങ്ങളെല്ലാം കഴുകാൻ തിരിഞ്ഞുമ്മ. അല്ല, ഇജ്ജി പോവാൻ നോക്കുന്നില്ലേ? പോവാപ്പാ. പോയി വന്നിട്ടും തോണ്ട മൊബൈലിൽ. പോവാനുള്ള മടുപ്പ് മൂലം നീട്ടിവെച്ച് ഇങ്ങക്ക് നേരവും കാലവും ആവുമ്പം അതിനെ വേറെ ആരെങ്കിലും വന്ന് കണ്ടു പോയിട്ടുണ്ടാവും. അതിന് മുന്നേ പോവാൻ നോക്കിക്കോ. പതിവ് ഒരുക്കങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ എവിടെയോ പോയി വന്ന് കഴിച്ചു വച്ച ചുളിവ് പറ്റിയ പാൻറ്റും കുപ്പായവും ഇട്ട് ബ്രോക്കറായി താൽക്കാലിക വേഷം നൽകുന്ന കൂട്ടുകാരനെയും കൂട്ടി ഓൻ്റെ പെങ്ങളോട് വഴിയും ചോദിച്ചറിഞ്ഞ് പെണ്ണ് വീട്ടിലെത്തുമ്പോൾ 3 മണിയോടടുത്തിട്ടുണ്ടാവും. ഞങ്ങളെ സ്വീകരിക്കാൻ ഗൃഹനാഥൻ എന്ന് തോന്നിപ്പിക്കുന്ന ഒരാൾ ഉമ്മറത്ത് തന്നെ നോക്കി നിൽക്കുന്നത് ദൂരെ നിന്ന് തന്നെ കാണാനായി. ആ വീടിൻ്റെ പടികൾ കയറുമ്പോൾ കണ്ടു മുറ്റത്ത് പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒത്തിരി പൂവുകൾ. പിന്നെയും വേറെന്തൊക്കെയോ. കൈ കൊടുത്ത് സലാം ചൊല്ലി ഞങ്ങളെ അയാൾ അകത്തേക്കിരുത്തി. 1 മിനിറ്റ് നിശബ്ദതയ്ക്ക് ശേഷം അടുക്കളയിൽ നിന്ന് തട്ടം നേരെയാക്കി വാതിലിലും ചാരി നിന്ന് ഉമ്മയെന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്ത്രീ. വീടും ജോലിയും മറ്റും ചോദിച്ച് തീരും മുമ്പേ അതാ പെട്ടെന്ന് പെണ്ണ് സീനിലേക്ക് 2 ഗ്ലാസ് ജ്യൂസുമായി കടന്നു വരുന്നു. എൻ്റെ നെഞ്ചിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു. എൻ്റെ മുഖത്തൊന്ന് ശരിക്കും നോക്കാതെ ജ്യൂസ് കൈകളിലേക്ക് വെച്ച് തന്ന് അവർ തിരിഞ്ഞു നടന്നു. എന്നാ ഓളെ വിളിച്ചാണീ? അവരെന്തെങ്കിലും സംസാരിക്കട്ടെ എന്ന് കൂട്ടുകാരൻ പറഞ്ഞപ്പോൾ ഇരുന്ന ഇരിപ്പിൽ നിന്ന് എണീറ്റ് കാലി ഗ്ലാസ് അവളുടെ കൈകളിൽ ഏൽപ്പിച്ചു. ചെറിയൊരു ചമ്മലോടെ കാണാതെ പഠിച്ചു വെച്ച ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെട്ടു. തിരിച്ചെന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായി അവൾ ഒന്നുമില്ല എന്ന് തലയാട്ടി. അപ്പോഴൊക്കെ പെണ്ണിൻ്റെ ഉമ്മച്ചി ഭാവി മരുമോനെ തന്നെ നോക്കി വാതിൽപ്പടിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്കായി ഒരു പുഞ്ചിരിയും സമ്മാനിച്ച് അധികം സംസാരിക്കാൻ നിൽക്കാതെ ഉപ്പയുടെ അടുത്തേക്ക് നീങ്ങി. പെണ്ണുകാണലും മുടങ്ങിപ്പോക്കും ഇതാദ്യം അല്ലാത്തത് കൊണ്ടായിരുന്നിട്ട് പോലും ആ വീടിൻ്റെ പടിയിറങ്ങുമ്പോൾ എവിടെയോ ഒരു പ്രതീക്ഷയുടെ പച്ച സിഗ്നൽ തെളിയാൻ നിൽക്കുന്ന പോലെയുണ്ടായിരുന്നു. യാത്രാമധ്യേ എന്താടാ ഓലോട് പറയേണ്ടത് എന്ന കൂട്ടുകാരൻ്റെ ചോദ്യത്തിന് ഇഷ്ടമായി എന്ന മറുപടി പറയുമ്പോൾ ആ നിഷ്കളങ്കമായ പെൺകുട്ടിയുടെ മുഖം എൻ്റെ മനസ്സിലെ ഇൻറ്റേർണൽ മെമ്മറിയിൽ ഇടം പിടിച്ചു കഴിഞ്ഞിരുന്നു. വീട്ടിലെത്തിയ ഉടൻ ഉമ്മ, എന്താടാ പോയ കാര്യം എന്തായി? അനക്കിഷ്ടായില്ലേ? അതോ? ആ, എനിക്കൊക്കെ ഇഷ്ടമായിക്കണ്. പോരാത്തതിന് നിങ്ങളും പെണ്ണുങ്ങളും ഒന്ന് പോയി നോക്കി. അത് കഴിഞ്ഞ തൊട്ടടുത്ത ഞായറാഴ്ച ദിവസം തന്നെ എൻ്റെ കുടുംബത്തിലെ പെൺപടകളെ കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോയി. അവൾക്കായി ഒരു കൊട്ട നിറയെ മിഠായിയും കരുതിയിരുന്നു. എല്ലാവർക്കും അവളെ നന്നായി ബോധിച്ചു. കണ്ടിട്ടൊക്കെ നമ്മളെ പോരേക്ക് ചേർന്ന കുട്ടിയാണ്, ബാക്കിയൊക്കെ നമ്മളെ ഭാഗ്യം പോലെ ഇരിക്കും. അവസാനം ഇളയമ്മ എന്നെയും അവളെയും റൂമിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് അവളോട്, നിനക്ക് ആരോടെങ്കിലുമായിട്ട് വല്ല അഫെയറുണ്ടോ?
അതിനുത്തരമായി അവൾ ഇല്ലെന്ന് തലയാട്ടി. പിന്നെ ഞാനും അത് ഏറ്റുപിടിച്ചു. ഉണ്ടെങ്കിൽ ഇപ്പം പറയണം. പതിഞ്ഞ സ്വരത്തിൽ ഇല്ല എന്ന് കേട്ടപ്പോൾ നിറഞ്ഞ സന്തോഷത്തോടെ കരുതി വെച്ച മിഠായി പെങ്ങളെ കൊണ്ട് അവളുടെ കൈകളിൽ ഏൽപ്പിച്ച് അവരുടെ ചായ സൽക്കാരവും കഴിഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ മനസ്സ് മുഴുവൻ ഇത് എൻ്റെ അവസാനത്തെ പെണ്ണുകാണലായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പെണ്ണാവണമെന്ന് മാത്രമായിരുന്നു. പണ്ട് വിവാഹപ്രായമെത്തിയ പെൺമക്കളെക്കുറിച്ചാണ് മാതാപിതാക്കന്മാർക്ക് വേവലാതി എങ്കിൽ ഇന്ന് നേരെ തിരിച്ചാണ്. പുരനിറഞ്ഞ പെണ്ണുപോലെ തന്നെയാണ് ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും പ്രായമേറിയ ആൺമക്കളുടെയും അവസ്ഥ. രചന ഫൈറൂസ് വടശ്ശേരി, അവതരണം മജീദ് കുളിമാട്.